അങ്ങനെ നമ്മുടെ നീണ്ട 9 മണിക്കൂറത്തെ യാത്ര ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയിട്ടാ ഫ്രാങ്ക്ഫർട്ടിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ പരിപാടികള് ബാഗ് കളക്ട് ചെയ്യലും പരിപാടിയൊക്കെ. അപ്പൊ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നമ്മുടെ ബാഗ് കളക്ട് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ചയാട്ടാ കാണണേ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ എമിഗ്രേഷനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ആ ക്യൂ ഒക്കെ കഴിഞ്ഞ് എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബാഗ് കളക്ട് ചെയ്യുന്നിടത്ത് വന്നു. ബാഗ് കളക്ട് ചെയ്യുന്നിടത്ത് വന്നിട്ട് നമ്മൾ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചിട്ട് നമ്മുടെ ബാഗ് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കിട്ടിയ ട്രെയിനിൽ നേരെ അവിടുന്ന് ഫ്രാങ്ക്ഫർട്ട് മെയിലേക്ക് വന്നു. മെയിൽ വന്നപ്പോഴേക്ക് നന്നായി വിശന്നപ്പോ ഞാനൊരു മെക്ഡിയിൽ കയറി ഒരു ഫുഡ് അടിച്ചു. മെക്ഡിയിൽ കയറി ഫുഡ് അടിച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്ത ട്രെയിൻ പിടിച്ചു. അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ദൂരം യാത്ര ഉണ്ട് കേട്ടോ. കാരണം നമ്മള് വീട്ടിലെത്താനായിട്ട് ഇപ്പൊ ഒരുപാട് സമയം എടുക്കും. പോണ വഴിക്ക് നല്ല മഞ്ഞ് പെയ്ത് നല്ല അടിപൊളിയായിട്ടിരിക്കണം ജർമ്മനി. അങ്ങനെ ട്രെയിനിൽ കുറെ ഉറങ്ങിയൊക്കെ സമയം കളഞ്ഞ് അവസാനം ഇരുട്ടായപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേർന്നത് എങ്ങാട്ടാ, നമ്മള് കാലത്ത് തുടങ്ങിയ യാത്രയാണ്. എന്നിട്ട് നമ്മൾ വന്ന് ഈ ഒരു അവസ്ഥയില നമ്മുടെ റൂമില്. സംഭവം ഞാൻ ലോക്കൽ ട്രെയിൻ പിടിച്ച് വന്നുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു സമയമായിട്ട്. അപ്പൊ